പ്രണയത്തിന്റെ 7 വചനങ്ങൾ കേവലം 7 നാളല്ല, അനന്തകാലം വരെ കൂടെ ഉണ്ടാകും. പ്രണയത്തിന്റെ ആദ്യ വചനം: പ്രണയിക്കുന്ന 2 പേർ ഒരിക്കലും വേർപിരിഞ്ഞു പോകില്ല, പരസ്പരം സഹായിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ കാൽവെപ്പ് വയ്ക്കാമല്ലോ കൃഷ്ണ. പ്രണയത്തിന്റെ 2ാമത്തെ വചനം: 2 പ്രണയിതാക്കൾ അകന്നു പോയാൽ അവരുടെ പ്രണയം വീണ്ടും നേടുന്നതിന് ഈ പ്രപഞ്ചത്തെ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നാലും ഉപേക്ഷിക്കും. സ്വന്തം പ്രണയത്തിനു വേണ്ടി കഴിയുന്നത്രയും പരിശ്രമിക്കും. പ്രണയബന്ധത്തെ പരിശുദ്ധ രൂപത്തിൽ അനന്തകാലം പരിരക്ഷിക്കും. നമ്മുടെ ആ ബന്ധത്തെയാണ് ഞാൻ പരിരക്ഷിക്കുന്നത് കൃഷ്ണ. ഞാൻ 2ാമത്തെ കാൽവെപ്പ് വയ്ക്കുന്നു. പ്രണയത്തിന്റെ 3ാമത്തെ വചനം: സ്വന്തം പ്രണയിതാവിനെ മനസ്സുകൊണ്ട് പ്രണയിക്കൂ, ശരീരം കൊണ്ടല്ല. നമ്മുടെ 7 അടി എന്ന ഈ ദൂരം ശരീരം കൊണ്ടുള്ളതാണ്, മനസ്സുകൊണ്ടല്ല. പിന്നെ ഞാൻ നിന്നെ മനസ്സുകൊണ്ടല്ലേ പ്രണയിക്കുന്നത് കൃഷ്ണ. എങ്കിൽ എനിക്ക് 3ാമത്തെ കാൽവെപ്പ് എന്തുകൊണ്ട് വെച്ചൂടാ? പ്രണയത്തിന്റെ 4ാമത്തെ വചനം: അഥവാ പ്രണയത്തിൽ പ്രണയിക്കുന്നയാൾ അനുചിതമായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ബലം പ്രയോഗിച്ചായാലും പ്രണയിക്കുന്നയാളെ തടയുകയാണ് ആദ്യത്തെ ധർമ്മം. പിന്നെ എവിടെയാണോ ആത്മാർത്ഥ പ്രണയമുള്ളത് അവിടെ അകലം പാലിക്കുന്നത് ശരിയാണോ കൃഷ്ണ? സൗഗന്ധികം എൻ ചുണ്ടിൽ നീ നറുത്തേൻ കണം, നീ എന്നുമെൻ പ്രണയാർണവം. പ്രണയത്തിന്റെ 5ാമത്തെ വചനം: 2 പ്രണയിതാക്കൾക്കും എപ്പോഴും അവരുടെ ശരിയായ സ്വരൂപം ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. സ്വന്തം സ്വരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് കൃഷ്ണൻ ദിവ്യനാണ്. അവനാണ് എന്റെയും ഉള്ളിലുള്ള ദിവ്യതയെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായും 5ാമത്തെ കാൽവെപ്പ് നടത്തും. നീ പോയി മറയുന്നു കണ്ണ, നീറുമോർമകളായി എൻ ഹൃദയാഗ്നിയിൽ. നീ പ്രാണനായി പുണ്യമായി എൻ ജീവനിൽ പടരൂ എൻ പ്രിയ തോഴനേ. പ്രണയത്തിന്റെ 6ാമത്തെ വചനം: അഥവാ പ്രണയിക്കുന്ന 2 പേർ ഏതെങ്കിലും കാരണത്താൽ
അകന്നു കഴിയേണ്ടി വന്നാലും അവരുടെ പ്രണയത്തിൽ ഒരല്പം പോലും കുറവ് സംഭവിക്കാൻ പാടില്ല. ഓരോ നിമിഷവും പരസ്പരം ദുഃഖങ്ങൾ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അക്കാരണത്താൽ ഞാൻ എന്റെ 6ാമത്തെ കാൽവെപ്പ് നടത്തുകയാണ് കൃഷ്ണ. കാരണം 7 അടി ദൂരം ഈ പ്രണയത്തിൽ ഒരല്പം പോലും അകലം വരുത്തിയില്ല, മറിച്ച് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. ഏതകലം കൊണ്ടാണോ നിനക്ക് ദുഃഖമുണ്ടായത്, ഞാൻ ഈ 6ാമത്തെ കാൽവെപ്പ് കൊണ്ട് ആ ദുഃഖത്തെ അകറ്റുകയാണ് കൃഷ്ണ. പ്രണയത്തിന്റെ 7ാമത്തെ വചനം. സമയം വരുമ്പോൾ സ്വന്തം പ്രണയിതാവിന് വേണ്ടി എന്തും ചെയ്യേണ്ടി വരും. അതാണ് ഞാനും ചെയ്യുന്നത് കൃഷ്ണ. എന്നേക്കുമായി അകലം ഇല്ലാതാക്കുകയാണ്. മനം വിരഹാഗ്നി തന്നുലയിൽ കണ്ണുനീർ കടൽ കരി വിൻശംഖുപോൽ തേങ്ങും ഇരുമേയായി അകലുകിലും ഒരു മനമായി നാം വാഴും. നീയില്ലാതെ ഞാനില്ല, രാധികയില്ല എൻ കണ്ണ. ഓ കൃഷ്ണ രാധാ 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 കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. എനിക്കറിയാം കൃഷ്ണ, പ്രണയത്തിന്റെ അവസാന പാഠം എന്താണെന്ന്. ഈ 7 അടി ദൂരം പോലെയുള്ള നിയമങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചം പ്രണയത്തെ കെട്ടിയിട്ടിരിക്കുകയാണ് കൃഷ്ണ. പ്രപഞ്ചത്തിന്റെ കണ്ണിൽ പ്രണയം അവരുടെ നിയമത്തിനും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചാണ് നടക്കുന്നത്. പക്ഷെ ശരിക്കും പ്രണയമാണ് സ്വന്തം നിയമങ്ങളാൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കേണ്ടത്. ആരെയാണോ ഞാൻ സ്നേഹിക്കുന്നത്, അയാളുമായുള്ള ഈ 7 അടി ദൂരം അത് പ്രപഞ്ചം സൃഷ്ടിച്ചതാണ്. അത് ഞാൻ സ്വീകരിക്കില്ല. ഇത് 7 ജന്മങ്ങളുടെ ബന്ധനമാണ്. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ എന്നും പ്രണയിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ഇന്ന് വരെ നീയാണ് പറഞ്ഞിരുന്നത് കൃഷ്ണ. ഇന്ന് ഞാൻ പറയുന്നു, ഞാനുമില്ല, നീയുമില്ല. കേവലം നമ്മൾ മാത്രമേ ഉള്ളൂ കൃഷ്ണ. കേവലം നമ്മൾ മാത്രം. അനന്തകാലമായി ഉള്ളതാണ് ഈ പ്രണയം. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. രണ്ടുപേർ ഒരുമിച്ച് ഒരേ മനസ്സോടെ ശ്രമിച്ചാൽ ഈ പ്രണയത്തിന്റെ ഊഞ്ഞാലിന് നിശ്ചയമായും അതുല്യമായ ശക്തി ലഭിക്കുക തന്നെ ചെയ്തിരിക്കും രാധേ. വെള്ളത്തെ പോലും പ്രണയിക്കുവാനാകും. പ്രപഞ്ചത്തിന്റെ രീതിയാണ് പ്രണയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക. രാധാകൃഷ്ണന്മാരുടെ പ്രണയത്തിലൂടെയാണ്.